നിങ്ങൾക്ക് എൻ്റെ ക്രാഫ്റ്റ് സപ്ലൈസ് കാണണോ? എങ്കിൽ വായോ. നീക്കുട്ടിയാണ് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറ്, ചേച്ചി ക്രാഫ്റ്റ് സപ്ലൈസിൻ്റെ വീഡിയോ ഇടുമോയെന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ നീക്കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞാൻ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് പെയിൻറ്റിൽ നിന്ന് തുടങ്ങാം. കുറേ ടൈപ്പ് പെയിൻ്റ് ഉണ്ട്. ബോട്ടിൽ ആർട്ടിന് കൂടുതലും അക്രിലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്രിലിൻ്റെ അക്രിലിക് കളർ സൺഫ്ലവർ കിറ്റാണിത്. 10 ഷെയ്ഡ് ഉണ്ട്. 15 ml ആണ് ഓരോ ബോട്ടിലും. പിന്നെ നല്ല ഒരു പെയിൻ്റാണ് കേട്ടോ. ബിഗിനേഴ്സിന് പറ്റിയൊരു കിറ്റാണിത്. ഒരുപാട് കളേഴ്സ് വാങ്ങുന്നതിൽ നല്ലത് ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിയിട്ട് ബോട്ടിൽ ആർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫെവിക്രിൽ ഇന്ത്യൻ ബ്രാൻഡ് ആണെങ്കിലും ഇതൊക്കെ ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് പ്രൈസ് പറയണില്ല. നാട്ടിലത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും വ്യത്യാസമുണ്ട്. ഇത് ഫെവിക്രിലിൻ്റെ തന്നെ പേൾ കിറ്റാണ്. 10 ml ആണ് ഓരോ ബോട്ടിലും. 6 കളറാണുള്ളത്. പേൾ കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തിനൊക്കെ ഉള്ളൊരു ഷൈനിങ് ഇല്ലേ, അതുപോലൊരു ഷൈനിങ് ഓരോ കളറിനും കിട്ടും. അടുത്തത് അക്രിലിക്കിൻ്റെ ട്യൂബിൽ വരുന്ന ടൈപ്പ് ഒരു 5 ഷെയ്ഡ് ഉണ്ട്. MBGI വാപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഈ സെറ്റ്. ഇതിൽ ഞാൻ വൈറ്റ്, ബ്ലാക്ക്, യെല്ലോ ഈ 3 കളേഴ്സ് ഞാൻ എപ്പോഴും പെട്ടെന്ന് തീർക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനത്തെ ബേസിക് സെറ്റ്സാണ് വാങ്ങാറ്. ഇനി ഞാൻ സിംഗിൾ കളർ ട്യൂബുകളായിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ ഗോൾഡൻ ഷെയ്ഡ്. ഇത് 75 ml സെയിം ബ്രാൻഡ് MBGI വാപ്പിൻ്റെ തന്നെയാണ്. പിന്നെ ഒരു ക്രീം വാങ്ങിയിട്ടുണ്ട്, ഒരു വൈറ്റ്, പിന്നെ ഒരു സ്കൈ ബ്ലൂവിൻ്റെ മുടി പൊട്ടിപ്പോയി. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണേ. ഇത് പ്ലെയ്ഡ് ഫോക്കാർട്ടിൻ്റെ വൈറ്റ്, ഗോൾഡൻ, സിൽവർ, പിന്നെ പ്ലെയ്ഡ് ആപ്പിൾ ബാരലിൻ്റെ കിവി ഗ്രീൻ എന്ന് പറയുന്ന കളേഴ്സാണ്. ഇതിൽ സിൽവർ എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം ഒരു ആഷ് കളറാണ് വരുന്നത്. 59 ml ആണ് ഒരു ബോട്ടിൽ. അത്യാവശ്യം നല്ല കളേഴ്സാണ്. ആ സിൽവർ ഒഴികെ ബാക്കിയെല്ലാം നല്ലതായിരുന്നു. ജെറീർ നിന്നാണ് വാങ്ങിയത്, ജെറീർ ബുക്ക് സ്റ്റോർ. ഇത് ടൂളി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അക്രിലിക് കളറാണ്. 5 റിയാലാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. കാരണം ബാക്കി എല്ലാ അക്രിലിക് പെയിൻറ്റിനും നല്ല പൈസയാണ്. അപ്പോൾ ഇത്രയും ചീപ്പായിട്ട് കിട്ടുമ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഗുവാഷ് കളേഴ്സിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 12 കളറാണ്. പിന്നെ ഒരു വാട്ടർ കളറിൻ്റെ സെറ്റും ഉണ്ട്, 12 കളർ. ഇതൊക്കെ ലീനോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഓയിൽ പേസ്റ്റൽസ് ആണ് കേട്ടോ. റോക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. 24 കളേഴ്സ് ഉണ്ട്. പക്ഷേ കുറച്ചൊക്കെ മോള് കളഞ്ഞു. മോള് ചോദിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തു കൊടുക്കാറ്. ഇത് നേരത്തെ ലീനോൻ്റെ കളേഴ്സ് കണ്ടില്ലേ, വാട്ടർ കളറൊക്കെ, അതുപോലെ തന്നെ വാങ്ങിയിട്ടുള്ള അക്രിലിക്കിൻ്റെ സെറ്റായിരുന്നു 12 കളറുള്ളത്. പിന്നെ കുറച്ച് പെൻസിൽ കളേഴ്സും ഉണ്ട്. ഇനി അടുത്തത് ചടാങ്. ഇതാണ് വാർണിഷിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത്. സ്പ്രേ പെയിൻ്റാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. വാർണിഷിനേക്കാളും കുറച്ചും കൂടി എക്കണോമിക്കൽ ആയിട്ടുള്ളത് ഇതായതുകൊണ്ട് ഇതാണ് ഞാൻ എപ്പോഴും വാങ്ങാറ്. പിന്നെ എൻ്റെ കയ്യിൽ സിൽവർ കളറും ഉണ്ട്, വൈറ്റും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞുപോയി. അടുത്തത് ഗ്ലാസ് കളറാണ്. ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ്. സോൾവെൻറ്റ് ബേസ്ഡ് ആണ്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാനൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങുക. ഇത് പെൻസിൽസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 12 ടൈപ്പ് ഉണ്ട്. HB, 2B അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളും പിന്നെ തിക്നെസ്സും ഒക്കെയുള്ള പെൻസിൽസാണ്. എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങി വെക്കുന്നത്. ഇനി പെയിൻ്റ് അടിക്കാൻ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഫ്ലാറ്റ് ബ്രഷാണ്. ക്യാൻവാസിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രഷാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ റൗണ്ട് ബ്രഷ് ഉണ്ട്. ഇതൊക്കെ പലതരം നമ്പറുകളിൽ വരുന്ന ബ്രഷാണ് കേട്ടോ. ഓരോ ബ്രഷിനും ഓരോ സൈസാണ്. ഇത് ഫ്ലാറ്റ് ബ്രഷാണ് കേട്ടോ. ഇത് 2 ബ്രാൻഡിൻ്റെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കൊറോണ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അടുത്തത് ലീനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രഷാണ്. ലീനോൻ്റെ കളേഴ്സ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത് ലീനോൻ്റെ ബ്രഷാണ്. ഇതാണ് ഞാൻ വളരെ തിന്നായിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 0, 000, 00 എന്ന് പറയുന്ന നമ്പറിലൊക്കെ വരുന്ന ബ്രഷുകളാണിത്.
ഇതൊരു അടിപൊളി സെറ്റാണ് കേട്ടോ. കാരണം ഇങ്ങനെ പല പല സെറ്റുകൾ വാങ്ങിക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങുന്നതാണ് ഒരു ബിഗിനറിന് നല്ലത്. കാരണം ഇതിൽ എല്ലാ ടൈപ്പ് ബ്രഷും ഉണ്ട്. ഫ്ലാറ്റ് ഉണ്ട്, റൗണ്ട് ഉണ്ട്, ഫിൽബർട്ട് ബ്രഷ് ഉണ്ട്, ഫാൻ ബ്രഷ് ഉണ്ട്, ആംഗുലർ ബ്രഷ് ഉണ്ട്. അപ്പോൾ ഇത് പക്ഷേ ഞാൻ കുറേ വൈകിയാണ് കണ്ടത്, എന്നാലും കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങി. ഇത് ടൂളി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബ്രഷാണ് കേട്ടോ. കുറച്ച് റഫായിട്ടുള്ള ബ്രിസിൽസാണ്. ഇനി നമ്മൾ ബോട്ടിൽ ആർട്ടിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ സ്റ്റിക്ക് സ്പോഞ്ച്. ഇത് 3 സൈസിൽ എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് അതിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്നത് ഒരു റോളർ സ്പോഞ്ചാണ്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈ ടൈപ്പ് സ്പോഞ്ച് കണ്ടപ്പോൾ ഏട്ടൻ എവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ റോളർ സ്പോഞ്ച്. അടുത്തത് ആയുധം വെച്ചുള്ള കളിയാണേ. ഗണ്ണാണ്, ഗ്ലൂ ഗൺ. ഇതെൻ്റെ കയ്യിലുള്ള ചെറിയ ഗ്ലൂ ഗണ്ണാണ്. പ്രിമ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. പ്രിമ എന്ന് തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. പ്രിമയുടെ തന്നെ വലിയ ഗ്ലൂ ഗണ്ണാണിത്. എനിക്ക് ആക്ച്വലി ചെറുതാണ് യൂസ് ചെയ്യാൻ താല്പര്യം. ഹാൻഡി ആയിട്ടുള്ളതും ചെറുതാണ്. പക്ഷേ ഞാൻ ആദ്യം വാങ്ങിയത് വലിയ ഗ്ലൂ ഗണ്ണായിരുന്നു. പിന്നെ ഒരു ചെറുത് വാങ്ങി, അത് കേടായി. ഇത് പിന്നെ രണ്ടാമത് വാങ്ങിയ ചെറിയ ഗ്ലൂ ഗണ്ണാണ്. വലിയ ഗ്ലൂ ഗണ്ണിൽ യൂസ് ചെയ്യുന്നത് വലിയ സ്റ്റിക്കും ചെറിയ ഗ്ലൂ ഗണ്ണിൽ യൂസ് ചെയ്യുന്ന ചെറിയ സ്റ്റിക്കുമാണ് കേട്ടോ. ചെറിയ സ്റ്റിക്കിൻ്റെ സൈസ് ഇതാണ്. ഇതിനേക്കാൾ കുറച്ച് തിക്നെസ് കൂടിയതാണ് വലിയ ഗണ്ണിൽ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റ് കളർ സ്റ്റിക്കാണ്. ഇത് തന്നെ കളറിലും പിന്നെ ഗ്ലിറ്റർ ടൈപ്പ് സ്റ്റിക്കൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ട്രാൻസ്പെറൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ഗ്ലിറ്റർ ഗ്ലൂ ആണ്. പക്ഷേ ഒരു ഉപകാരവും ഇല്ല. ഞാൻ കണ്ടപ്പോൾ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഗ്ലൂ ആണ്. ഇതെല്ലാം കൂടി ഞാനിത് ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഇട്ട് വെച്ചേക്കുന്ന. ടേപ്പ്, ഗ്ലൂ, അങ്ങനത്തെ ഒട്ടിക്കുന്ന ഐറ്റംസൊക്കെ ഇതിലാണ്. ഈ ഹാർട്ട് ഷേപ്പിലുള്ള ടേപ്പ് ഇത് ലുലുന്ന് വാങ്ങിയതാണേ. ഇതും ഗ്ലൂ തന്നെയാണ് കേട്ടോ. പല പല കമ്പനീൻ്റെ, റോക്കോൻ്റെ ഉണ്ട്, MYൻ്റെ ഉണ്ട്, വിൻ പ്ലസിൻ്റെ ഉണ്ട്, അപ്പോൾ ലീനോൻ്റെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ക്ലേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ ഗ്ലൂ വേണം. ഗ്ലൂവും കോൺസ്റ്റാർച്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എങ്ങനെയാണ് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്രയും ഗ്ലൂ ഒക്കെ വാങ്ങി വയ്ക്കുന്നത്. ഇതെൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് പഞ്ചാണ് കേട്ടോ. സ്റ്റാർ, ഹാർട്ട്, ഫ്ലവർ ഈ 3 ഷേപ്പിലാണുള്ളത്. ഇത് യൂസ് ചെയ്യുന്ന വിധം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ ബോട്ടിലിൻ്റെ വീഡിയോ ആണേ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കത്രിക, കത്തി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ക്രാഫ്റ്റ് നൈഫ് എന്ന് പറയും. ഈ ക്രാഫ്റ്റ് നൈഫ് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിന് മുൻപ് ഞാൻ ബ്ലേഡൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പേപ്പറൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പിക്ചറൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം വെച്ചെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ സൗദിയിലെ ജെറീറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ക്രാഫ്റ്റ് നൈഫിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ചെറിയ കത്തിയാണിത്. ഇതിൽ 2 കത്രിക ഞാൻ ഐക്കിയെന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു സെറ്റായിട്ട് 3 എണ്ണം കിട്ടി. ഒരെണ്ണം ഞാൻ വേറെ ആവശ്യത്തിനെടുത്തു. ഇത് ക്രാഫ്റ്റിന് വേണ്ടി മാറ്റി. പിന്നെ ഇത് നമുക്ക് ഈ ഷേപ്പിൽ ഈ ഇങ്ങനെ കർവായിട്ട് പേപ്പർ കട്ട് ചെയ്യാനുള്ള ഒരു കത്രികയാണ് ഇത്. ഇത് വയർ കട്ടറാണ്. ഇത് വയർ കട്ടറാണ് കേട്ടോ. ഫ്ലവറിനും ഓർണമെൻറ്റ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന വയേഴ്സ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യാനുള്ള വയർ കട്ടറാണിത്. ഇത് ക്വില്ലിംഗ് ടൂളാണ് കേട്ടോ. ഇത് ഇലക്ട്രോണിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന മാനുവലാണ്. ഇത് ക്ലേ മോഡലിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പുതിയതാണ്, യൂസ് ചെയ്ത് നോക്കണം. ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ വിലക്കുറവിൽ കണ്ടാലും ഞാൻ എപ്പോഴും വാങ്ങി വയ്ക്കും. ഇതാണ് ഞാൻ ഡെക്കോപാഷന് യൂസ് ചെയ്യുന്ന ടിഷ്യൂസ്. ഇതൊക്കെ 3 സെറ്റിന് 5 റിയാലൊക്കെ ആയിട്ട് ഇവിടുത്തെ 5 റിയൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ. ഇനിയും ഐറ്റംസ് ഉണ്ട്. അത് പാർട്ട് 2 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.